സ്റ്റൈൽ ഓഫ് ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൊമെന്റം എന്ന് പറയുന്നത്. അപ്പം ഈ മൊമെന്റത്തിന്റെ ഇക്വേഷനും അതുപോലെ തന്നെ അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്താണ് മൊമെന്റം എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെ. മൊമെന്റത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് പി എന്ന് പറയുന്നത്. വാട്ട് ഈസ് മൊമെന്റം? മൊമെന്റം ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി നമുക്ക് പറയാൻ പറ്റും അല്ലെ. സോ മൊമെന്റം പി ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. ദിസ് ഇസ് ദി ഇക്വേഷൻ for moment. So നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം അല്ലെ. ക്വസ്റ്റ്യൻ നോക്കിയോ. A lorry of mass 1500 kilogram moves with a velocity of 10 meter by second അല്ലെ. മാസ് തന്നിട്ടുണ്ട്, അതിന്റെ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. ഇനി പറയാണ് ബൈ അപ്ലൈയിങ് ബ്രേക്സ്. നമ്മൾ ബ്രേക്ക് കൊടുക്കുമ്പോ എന്താകും? അത് റെസ്റ്റിലാകും അല്ലെ. റെസ്റ്റിലാകുന്നു ഇൻ 5 സെക്കൻഡ്. ടൈമും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ തന്നിട്ടുള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് എടുത്തെഴുതണം. അതോടുകൂടി നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അതിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ എനിക്കിവിടെ മാസ് തന്നിട്ടുണ്ട് അല്ലേ. മാസ് ഇസ് ഈക്വൽ ടു ഇത്രയും കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. പിന്നെയോ വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? 10 മീറ്റർ ബൈ സെക്കൻഡ്. പക്ഷെ അവിടെയാണ് നമുക്കൊരു പ്രശ്നം പറ്റുന്നത്. നമ്മൾ നേരെ അങ്ങോട്ട് വെലോസിറ്റി എടുത്തെഴുതും. പക്ഷേ വെലോസിറ്റി നമുക്ക് രണ്ടെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളോ എന്നറിയില്ല. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞതാണ്, ഫിസിക്സ് നിങ്ങൾക്ക് ടഫ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിലെ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാത്തതാണ്. മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഫ്രം റെസ്റ്റ് എന്ന് നിങ്ങൾ ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ അല്ലെ, റെസ്റ്റിൽ നിന്ന് എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അവിടെ മനസ്സിലാക്കണം, അവിടെയുള്ള ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് 0 ആണ് തന്നിട്ടുള്ളത്. ഇതൊന്നും നേരിട്ട് ആരും പറഞ്ഞു തരില്ല ക്വസ്റ്റ്യനിൽ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ടു റെസ്റ്റ്, റെസ്റ്റിലേക്ക് എന്ന് നിങ്ങൾ ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, that means the final velocity v is equal to 0 ആണ് പറയുന്നതെന്ന്. ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാം ടു റെസ്റ്റ് എന്നുള്ളത് അല്ലേ. ദാറ്റ് മീൻസ് v എന്ന് പറയുന്നത് 0 ആണ്. ടൈം തന്നിട്ടുണ്ട് 5 സെക്കൻഡ്. സോ തുടക്കത്തിലുള്ള വെലോസിറ്റി അല്ലെ, 2 വെലോസിറ്റി തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് വെലോസിറ്റി നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി എന്നെടുക്കാം, 10 മീറ്റർ ബൈ സെക്കൻഡ് എന്നെടുക്കാം അല്ലെ. അതുപോലെ ടു റെസ്റ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ദാറ്റ് മീൻസ് ദ ഫൈനൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് ആദ്യത്തെ വെലോസിറ്റി എന്താണ്? 10 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ചില കേസിൽ പറയും കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അത് 0 ആണെന്ന് അവർ പറയാതെ പറഞ്ഞതാണെന്നുള്ള കാര്യം കേട്ടോ. ഇവിടെ നമുക്ക് ഡയറക്റ്റ് യു തന്നിട്ടുണ്ട് അല്ലേ. ചില കേസിൽ യു തരാറില്ല, അങ്ങനെ എന്തെങ്കിലും ഹിൻ്റാണ് തരിക. ഇവിടെ നമുക്ക് ഡയറക്റ്റ് വി തന്നിട്ടില്ല, പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഹിൻറ്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് സാധിച്ചു? വി കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇനി അതിൻ്റെ ടൈമും തന്നിട്ടുണ്ട് അല്ലേ. ടൈം ഇസ് ഈക്വൽ ടു 5 സെക്കൻഡ്. വാട്ട് ഈസ് ദി ഇനീഷ്യൽ മൊമെന്റം ഓഫ് ദ ലോറി എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഇനീഷ്യൽ മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെയാണ് മൊമെന്റം കണ്ടുപിടിക്കുന്നത്? മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലേ. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സംഭവം? ഇനീഷ്യൽ മൊമെന്റം നമുക്കറിയാം അല്ലേ. എന്താണ്? ഇനീഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ചിലർ വിചാരിക്കും അപ്പോൾ എല്ലാത്തിനും ഇനീഷ്യൽ കൊടുക്കണ്ട അല്ലേ. മാസിന് ഇനീഷ്യൽ, മാസിന് ഇനീഷ്യൽ വെലോസിറ്റി എന്നൊക്കെ കൊടുക്കണം വിചാരിക്കും. മാസിന് ഇനീഷ്യൽ ഫൈനൽ ഒന്നുമില്ല. മാസ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. എന്താണ്? മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. അപ്പം ദാറ്റ് ഇസ് ഈക്വൽ ടു അല്ല എന്താണ്? മാസ് എത്രയാണ്? 1500 ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി 10 എന്നാണ് അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു 15,000. അത് മാത്രം നമ്മൾ എഴുതിയാൽ പോരാ, നമ്മുടെ മൊമെന്റത്തിന്റെ യൂണിറ്റും കൂടെ എന്ത് ചെയ്യണം? നമ്മളിവിടെ എഴുതി കൊടുക്കണം അല്ലേ. അപ്പോൾ എന്തായിരിക്കും വരിക? നമുക്ക് വരിക യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ്. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇത്ര സിമ്പിളാണ് ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫൈനൽ മൊമെന്റം? അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ. എം എന്ന് പറയുന്നത് 3 കിലോഗ്രാം ആൻഡ് യു എന്ന് പറയുന്നത് 10 മീറ്റർ ബൈ സെക്കൻഡ് ആൻഡ് വി എന്ന് പറയുന്നത് 0. അതിനെടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ് അല്ലേ. ചോദിച്ചിട്ടുള്ളത് ഫൈനൽ മൊമെന്റം
എന്താണ് ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫൈനൽ മൊമെന്റം is equal to mass into final velocity അല്ലെ? mass into final velocity, that is equal to mass എന്ന് പറയുന്നത് 1500 into final velocity here 0 ആണ്. So we got 0 as the final momentum. വളരെ സിമ്പിൾ ആണ് അല്ലേ? നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന ഫിസിക്സ് ഇത്ര സിമ്പിൾ ആണോ എന്നുള്ളത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനും കൂടെ നോക്കാം. വാട്ട് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നാണ് നമ്മളോട് ചോദിച്ചത്. വാട്ട് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം? ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് എന്താണെന്ന് ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചതാണ് അല്ലെ? എന്താ ചെയ്യേണ്ടത്? അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് എന്നാണ് നമ്മളോട് ചോദിച്ചതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അതെന്താ ചോദിച്ചിട്ടുള്ളത്? ചേഞ്ച് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടൈം. നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദി ചേഞ്ച് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം അത് ചേഞ്ച് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ടി ആണ്. വാട്ട് ഈസ് ദി റേറ്റ് ഓഫ് മാംഗോ എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം അത് മാംഗോ ഡിവൈഡഡ് ബൈ ടൈം ആണെന്നല്ലേ? റേറ്റ് ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. സോ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെ? ചേഞ്ച് ഓഫ് മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ നമുക്ക് കിട്ടും അത്. അപ്പൊ ചേഞ്ച് ഓഫ് മൊമെന്റം എങ്ങനെയാ കണ്ടുപിടിക്കുക? എങ്ങനെയാ മൊമെന്റത്തിലുള്ള ചേഞ്ച് കാണുക? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ചെയ്താൽ മതി. എന്താണ്? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ചെയ്താൽ മതി അല്ലെ? ഡിവൈഡഡ് ബൈ ടൈം. ഫൈനൽ മൊമെന്റം എത്രയായിരുന്നു നമുക്ക് ഓൾറെഡി കിട്ടിയത്? 0 മൈനസ് ഇനീഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അല്ലേ? 15,000 ആയിരുന്നു. ഡിവൈഡഡ് ബൈ അതിനടുത്തുള്ള സമയം. സോ വി ഗോട്ട് മൈനസ് 15,000 ഡിവൈഡഡ് ബൈ 5. കട്ട് ചെയ്ത് പോകുമ്പോൾ വി വിൽ ഗെറ്റ് മൈനസ് 3,000. സിമ്പിൾ അല്ലേ? ഇത് മാത്രം എഴുതിയാൽ പോരാ, അതിന് യൂണിറ്റും കൂടെ എഴുതണം. ഇതിന് യൂണിറ്റ് ആണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് മക്കൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ യൂണിറ്റ് ആണ് എഴുതി കൊടുക്കേണ്ടത് അല്ലേ? ദാറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. യൂണിറ്റിൽ സ്ക്വയർ ഉണ്ടാവും. ഓക്കെ, സെറ്റ്. Next question. Rate of change of momentum depends on the applied force. നമുക്കറിയാം അല്ലേ? അതൊരു ലോ ആണ്. നെയിം ദ ലോ റിലേറ്റഡ് ടു ദിസ് സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഈസ് എന്താണ്? സെക്കൻഡ് ലോ ആണ്. വാട്ട് ഇസ് സെക്കൻഡ് ലോ? നമ്മൾ പഠിച്ചിട്ടില്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. സോ അത് തന്നെയാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നോ ഡൗട്ട് ഫോർ ദാറ്റ്. സെക്കൻഡ് ലോ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ സ്റ്റോൺ ഓഫ് മാസ് 0.5 kilogram is thrown with a velocity of 20 meter by second. Find the momentum of the stone. സിമ്പിൾ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്കറിയാം മൊമെന്റം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ തന്നിട്ടുണ്ട്. m is equal to 0.5 kilogram എന്ന് തന്നിട്ടുണ്ട്. 20 meter by second തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് ചോദിച്ചിരിക്കുകയാണ് p is equal to mv ആണ് അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു 0.5 ഇൻറ്റു 20 അല്ലേ? അതായത് ഹാഫ് ഇൻറ്റു 20 ചെയ്താൽ വി വിൽ ഗെറ്റ് 10 കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ദിസ് ഇസ് യുവർ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഞാൻ നോക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് കേട്ടോ. അപ്പം മറക്കണ്ട, ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. സ്റ്റോൺ ഓഫ് മാസ് 10 kilogram is thrown with a velocity of 20 meter by second. Find the momentum of the stone. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ്. ഓൾറെഡി നമ്മൾ ചെയ്തത് വെച്ചിട്ട് നോക്കി ചെയ്താൽ മതി. സോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.